ചലച്ചിത്ര നടി നവ്യ നായർക്കെതിരെ ഗുരുവായൂർ നഗരസഭാ യോഗത്തിലെ കൌൺസിലർമാർ രംഗത്ത്. കൌൺസിലർമാരെ വിമർശിച്ച നടി നവ്യ നായർ മാപ്പ് പറയണമെന്ന ആവശ്യം ശക്തം. പുലിഭീതി നിലനിൽക്കുന്ന ചാലക്കുടി നഗരത്തിലെ കണ്ണമ്പുഴ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി RRT സംഘം. ചാലക്കുടി പുഴയിലും തിരച്ചിൽ. വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം. 12 ലക്ഷം രൂപ ചെലവഴിച്ച് സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്. വൈക്കോലിന് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല. ആവശ്യക്കാർ കുറഞ്ഞത് നെൽകർഷകരെ നിരാശയിലാക്കുന്നു. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മദ്യം വാങ്ങി നൽകിയ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വിശുദ്ധ റംസാന് വികാരനിർഭരമായി വിടചൊല്ലി ഇമാമുമാർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുരക്ഷയ്ക്ക് 380ഓളം പോലീസുകാരെ നിയമിക്കും. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ നഗരസഭയിലെ കൌൺസിലർമാരെ വിമർശിച്ച നടി നവ്യ നായർ മാപ്പ് പറയണമെന്ന് കൌൺസിലിൽ ആവശ്യം. പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ PK ശാന്തകുമാരി എന്നിവരാണ് വിഷയം കൌൺസിലിൽ ഉന്നയിച്ചത്. ഏതാനും ദിവസം മുമ്പ് നടന്ന നഗരസഭയുടെ RRR സെന്റർ സ്വാപ്പ് കടയുടെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് കൌൺസിലർമാർക്കെതിരെ നഗരസഭയുടെ ശുചിത്വ അംബാസിഡർ കൂടിയായ നവ്യ നായർ വിമർശനം നടത്തിയത്. RRR എന്നാൽ എന്താണെന്ന ചോദ്യത്തിന് കൌൺസിലർമാർക്ക് മറുപടി പറയാൻ കഴിയാത്തതിനെ തുടർന്നാണ് നടി പൊതുവേദിയിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഇത് നഗരസഭയ്ക്ക് നാണക്കേടുണ്ടാക്കുന്നതാണെന്ന് ഉദയൻ പറഞ്ഞു. കൌൺസിലർമാരെ വിമർശിക്കാൻ നടിക്ക് അവകാശമില്ലെന്ന് ശാന്തകുമാരി ചൂണ്ടിക്കാട്ടി. ജനപ്രതിനിധികളെ അവഹേളിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ശാന്തകുമാരി വിങ്ങിപ്പൊട്ടിയാണ് കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഗുരുവായൂർ നഗരസഭ ബജറ്റ് ഊതിപ്പെരുപ്പിച്ചതാണെന്ന് ആരോപിച്ച് ഓട്ട ബക്കറ്റുമായി UDF അംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിപക്ഷ കൌൺസിലർമാരുടെ വിയോജിപ്പോടെ ബജറ്റ് പാസാക്കി. ഗുരുവായൂർ നഗരസഭാ ബജറ്റ് എന്നെഴുതിയ ഓട്ട ബക്കറ്റുകളുമായാണ് UDF കൗൺസിലർമാർ ബജറ്റ് ചർച്ചയ്ക്ക് എത്തിയത്. പഴയ ബജറ്റുകളിലെ ആവർത്തനവും നടക്കാത്ത പദ്ധതികളും നിരത്തിയതാണ് ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആരോപിച്ചു. 2010 മുതലുള്ള ബജറ്റുകളുടെ കോപ്പികളുമായാണ് പ്രതിപക്ഷം എത്തിയത്. ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 1 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച ടർഫ് കായിക പ്രേമികളുടെ സ്വപ്നം തല്ലിക്കെടുത്തുന്നതാണ്. ഫുട്ബോൾ കളിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ടർഫ് നിർമ്മിച്ചിരിക്കുന്നത്. കായിക പ്രേമികളുടെ കൂമ്പ് നുള്ളുന്ന സമീപനമാണ് നഗരസഭ സ്വീകരിച്ചത്. 2010 മുതൽ കുട്ടാടൻ പാടശേഖരത്തിന് ലക്ഷങ്ങൾ ബജറ്റിൽ വകയിരുത്തുന്നുണ്ട്. എന്നാൽ പാടശേഖരത്തിൽ നാടൻപാട്ടും കലാമേളയും നടത്തുന്നതല്ലാതെ യാതൊരു വികസനവും ഇതുവരെ സാധ്യമായിട്ടില്ല. വർഷം 1 ലക്ഷം വൃക്ഷം എന്ന പദ്ധതി പ്രകാരം ഒരു മരം പോലും നട്ടുപിടിപ്പിക്കാതെ നഗരസഭാ ഓഫീസിലെ തണൽ മരങ്ങൾ മുറിച്ചു നീക്കുകയാണ് ചെയ്തത്. ലക്ഷങ്ങൾ ചെലവിട്ട് വലിയ തോട് വൃത്തിയാക്കിയെങ്കിലും മാലിന്യമാണ് ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സമസ്ത മേഖലകളെയും അവഗണിക്കുന്ന കോപ്പിയടി പുസ്തകം മാത്രമായാണ് ബജറ്റിനെ കാണാനാകുന്നതെന്നും ഉദയൻ ആരോപിച്ചു. ബജറ്റ് അവതരിപ്പിച്ച വൈസ് ചെയർമാൻ തന്നെ കൗൺസിലർമാരുടെ ചോദ്യത്തിന് മറുപടി നൽകണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതിന് തയ്യാറാകാതെ ചെയർമാൻ മറുപടി പറഞ്ഞതോടെയാണ് പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിൽ ഇറങ്ങിയത്. ബഹളം രൂക്ഷമായതോടെ മൈക്ക് ഓഫ് ചെയ്യുകയും പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തുകയുമായിരുന്നു. BJP കൗൺസിലർമാർ ബജറ്റ് ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. സ്വതന്ത്ര കൗൺസിലർ PK ശാന്തകുമാരിയും ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം ഗുരുവായൂരിന്റെ സമസ്ത മേഖലകളിലും വികസനം എത്തിക്കുന്നതാണ് ബജറ്റെന്ന് ചെയർമാൻ M കൃഷ്ണദാസ് പറഞ്ഞു. TCV ന്യൂസ്, ഗുരുവായൂർ. പുലിഭീതി നിലനിൽക്കുന്ന ചാലക്കുടി നഗരത്തിലെ കണ്ണമ്പുഴ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി RRT സംഘം. 3 സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം രാത്രിയും വെള്ളിയാഴ്ച പുലർച്ചെയുമായി പുലിയെ കണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞ സ്ഥലങ്ങളിൽ വിശദമായ പരിശോധന നടത്തി. SH കോളേജിന് പരിസരത്ത് റിട്ടയർഡ് ഗവൺമെന്റ് ജീവനക്കാരൻ രാധാകൃഷ്ണന്റെ വീടിന്റെ പരിസരത്താണ് വ്യാഴാഴ്ച രാത്രി പുലിയെ കണ്ടത്. എന്നാൽ പിന്നീട് നടന്ന പരിശോധനയിൽ കാൽപ്പാടുകൾ കാണാൻ കഴിഞ്ഞില്ല. പരിസരത്തെ മറ്റു വീടുകളിലെ CCTV ക്യാമറകൾ പരിശോധിച്ചതിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താനായില്ല. പരിയാരം റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ കൂടുതൽ പരിശോധനയും നടത്തി. കണ്ണമ്പുഴ സതേൺ കോളേജ്, മൂന്നേലി എന്നിവിടങ്ങളിൽ ചാലക്കുടി പുഴയെ കേന്ദ്രീകരിച്ചും പരിശോധന നടന്നു. ചാലക്കുടി പുഴയിലും പരിശോധന നടത്തി. തെർമൽ ക്യാമറകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുവാനാണ്
അധികൃതരുടെ നീക്കം. ഡ്രോൺ പറത്തിയും നിരീക്ഷണം നടത്തും. പുലിഭീതി നിലനിൽക്കുന്നതിനാൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ വിളികൾ എത്തുന്നുണ്ടെന്ന് വനപാലകർ പറഞ്ഞു. ചാലക്കുടി കണ്ണമ്പുഴ ക്ഷേത്രപ്പറമ്പിലാണ് പുലിയെ കുടുക്കുന്നതിന് കെണിക്കൂട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ 2-3 ദിവസമായി ചാലക്കുടി വിവിധ പ്രദേശങ്ങളിലൊക്കെ നേരത്തെ കണ്ണമ്പുഴ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കണ്ട പുലിയുടെ ഒരു രൂപവും സാദൃശ്യമുള്ള മൃഗങ്ങളെ കണ്ടതായിട്ട് പലരും സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാവരും കണ്ടത് പുലിയെ തന്നെ ആവണമെന്നില്ല. ഒരു പക്ഷേ മനുഷ്യരുടെ മനസ്സിലിപ്പോൾ ഉള്ള ഒരു ഭയവും പേടിയും ഒക്കെ കാരണം കൊണ്ട് സ്വാഭാവികമായി പലർക്കും അങ്ങനെ തോന്നാം. എല്ലാവരും ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണം. പലരും ഇതൊരു ലാഘവ ബുദ്ധിയോട് കൂടിയിട്ടാണ് പ്രതികരിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അവരുടേതായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു സമയമാണ്. ആവശ്യമായ പരിശോധനകളൊക്കെ നമുക്ക് അവരവരുടെ വീടുകളിലെ CCTVകളുള്ളവർക്ക് അത് പരിശോധിക്കാം. അല്ലെങ്കിലും ആവശ്യമായിട്ടുള്ളൊരു നിരീക്ഷണം കഴിയാവുന്ന രീതിയിൽ എല്ലാവരും നടത്തണം. വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം. അനാസ്ഥയ്ക്കെതിരെ ആക്ഷേപവുമായി നാട്ടുകാർ. വടക്കാഞ്ചേരിയുടെ സുരക്ഷ ലക്ഷ്യമിട്ട് 2013-14 കാലഘട്ടത്തിൽ സ്ഥാപിച്ച സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതമായിട്ട് 5 വർഷം പിന്നിട്ടു. അന്നത്തെ വടക്കാഞ്ചേരി MLAയും സഹകരണ വകുപ്പ് മന്ത്രിയുമായിരുന്ന CN ബാലകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 12 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡ് പരിസരത്തും ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്തും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ക്യാമറകൾ പ്രവർത്തനരഹിതമായി. ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഴാനി റോഡ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയുടെ പോസ്റ്റ് കഴിഞ്ഞ ദിവസം രാത്രി വാഹനമിടിച്ച് തകർന്ന് നിലം പതിച്ചു. 5 വർഷത്തോളം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ ക്യാമറകൾ മോണിറ്റർ ചെയ്തിരുന്നത്. അക്കാലത്ത് വടക്കാഞ്ചേരി നഗരത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ വാഹനങ്ങളും നിരീക്ഷിക്കപ്പെട്ടിരുന്നു. വാഹന മോഷണങ്ങളും കുറ്റവാളികളുടെ വാഹനങ്ങളും നഗരപാതയിലൂടെ കടന്നുപോയിരുന്നോ എന്ന് പോലീസിന് കൃത്യമായി പരിശോധിക്കാനും സാധിച്ചിരുന്നു. ഈ ക്യാമറകൾ പ്രവർത്തിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ മാസത്തിൽ ഉൾപ്പെടെ വടക്കാഞ്ചേരിയിൽ നടന്ന വാഹന മോഷണങ്ങൾ പോലീസിന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വടക്കാഞ്ചേരിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച് രക്ഷപ്പെട്ട വടിവാൾ വിനീതിനെ പോലുള്ള കുറ്റവാളികളെ നിരീക്ഷിക്കാനും സാധിക്കുമായിരുന്നു. മേഖലയിൽ ക്യാമറകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് വടക്കാഞ്ചേരി നഗരസഭ പ്രതിപക്ഷ നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. നഗരത്തിലെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തരമായി ക്യാമറകൾ പുനഃസ്ഥാപിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. TCV ന്യൂസ്, വടക്കാഞ്ചേരി. വൈക്കോലിന് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല. കർഷകർ നിരാശയിൽ. മുൻകാലങ്ങളിൽ നല്ല വില കിട്ടിയിരുന്ന മുണ്ടകൻ വൈക്കോലിന് ഇക്കുറി വിലയും ആവശ്യക്കാരും കുറഞ്ഞത് നെൽകർഷകരെ നിരാശയിലാക്കുകയാണ്. കൃഷിച്ചെലവിന് തുല്യമായ തുക മുൻവർഷങ്ങളിൽ മുണ്ടകൻ കൊയ്ത്തിന് ശേഷം വൈക്കോൽ വിൽപ്പനയിലൂടെ കർഷകർക്ക് ലഭിച്ചിരുന്നു. അടുത്ത കാലം വരെ ഒരു കെട്ട് വൈക്കോലിന് 250 രൂപയോളം ലഭിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 100 രൂപയിൽ താഴെയാണ് വില കിട്ടുന്നത്. ആവശ്യക്കാർ കുറഞ്ഞതാണ് വൈക്കോൽ വില ഇടിയാൻ കാരണമായത്. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം വരെ നമ്മുടെ പാടത്തുനിന്ന് തന്നെ 35 രൂപയ്ക്ക് ഞങ്ങൾ ഒരു കെട്ടിന് കെട്ടാൻ കൊടുക്കണ്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളത് കയറ്റി വെച്ച് കഴിഞ്ഞാൽ 200 തൊട്ട് 250-നുള്ളിൽ പൈസ ഒക്കെയാണ് ഞങ്ങൾ ഓരോ കെട്ടും കൊടുത്താറുണ്ട്. ഇന്നിപ്പോൾ ആ സാധനം 90 രൂപയും 100 രൂപയാണ് പറയണത് ഒരു കെട്ടിന്. ക്ഷീരകർഷകർ ഇപ്പോൾ പുല്ലൊക്കെ വെട്ടി, പിന്നെ ക്ഷീരകർഷകർ കുറേ ഇതിൽ നിന്ന് മാറിപ്പോയി തുടങ്ങി. ലാഭം പശുവിൻ്റെ ചാവലും അതുപോലെ കേടുകളും ഒക്കെ കാരണം കുറേയൊക്കെ മാറിപ്പോയി തുടങ്ങി ഈ മേഖലയിൽ നിന്ന്. പിന്നെയുള്ളവർ അത്യാവശ്യം തീറ്റപ്പുല്ലും ഇട്ട് കൊടുക്കണം, അല്ലാണ്ട് വൈക്കോല് കൊടുക്കണ ഒരു സ്വഭാവം അപൂർവം ചില ആൾക്കാർ. കൊയ്ത്തിന് ശേഷം യന്ത്രത്തിൽ നിന്ന് താഴെ വീഴുന്ന വൈക്കോൽ യന്ത്രസഹായത്തോടെയാണ് ചുരുട്ടിക്കെട്ടുന്നത്. ഒരു കെട്ട് വൈക്കോൽ ഇത്തരത്തിൽ യന്ത്രസഹായത്തോടെ ചുരുട്ടിക്കെട്ടാൻ 35 രൂപ നൽകണം. ഒരേക്കർ നിലത്തിൽ നിന്ന് ശരാശരി 60 കെട്ട് വൈക്കോലാണ് കർഷകർക്ക് ലഭിക്കുന്നത്. ഇങ്ങനെ കൊയ്ത്ത് നടന്ന സമയത്ത് മഴ പെയ്തത് വൈക്കോൽ നശിക്കാനും കാരണമായിട്ടുണ്ട്. ക്ഷീരകർഷകരാണ് പ്രധാനമായും മലയോരത്തെ പാടശേഖരങ്ങളിൽ നിന്ന് വൈക്കോൽ വാങ്ങാറുള്ളത്. എന്നാൽ വീടുകളിൽ കന്നുകാലികളെ വളർത്തുന്നവരുടെ എണ്ണം കുറഞ്ഞതും ഫാമുകളിൽ പശുക്കളെ വളർത്തുന്നവർ വൈക്കോലിന് പകരം തീറ്റപ്പുല്ലും കടകളിൽ നിന്ന് കിട്ടുന്ന കാലിത്തീറ്റയും ഉപയോഗിക്കാൻ തുടങ്ങിയതും മൂലം വൈക്കോലിന് ആവശ്യക്കാർ തീരെ കുറഞ്ഞു. കൊയ്ത്ത് നടക്കുന്ന സമയത്ത് മഴ പെയ്തതും കർഷകരെ പ്രതികൂലമായി ബാധിച്ചു. 1 മാസം മുൻപ് കൊയ്ത്ത് പൂർത്തിയാക്കിയ കർഷകർക്ക് കെട്ടിന് 125 രൂപ നിരക്കിൽ വില കിട്ടിയിരുന്നു. മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിൽ യന്ത്രമിറങ്ങി കൊയ്ത്ത് നടത്തിയപ്പോൾ ഒട്ടുമിക്ക കർഷകരുടെയും വൈക്കോൽ ചെളിയിൽ പൂണ്ട് നശിച്ചുപോയി. മലയോരത്തെ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൊയ്ത്ത് പൂർത്തിയാകുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആവശ്യക്കാർ വൈക്കോൽ വാങ്ങാനായി എത്താറുണ്ടായിരുന്നു.
ഇങ്ങനെ വൈക്കോലിന് പ്രതീക്ഷിച്ച വില ലഭിക്കാതായതോടെ കർഷകർ നിരാശയിലാണ്. TCV ന്യൂസ്, കൊടകര. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലൻപടി ചെമ്പ്രയൂർ വീട്ടിൽ ജാബിർ, പള്ളിക്കുളം കല്ലിങ്ങപാടത്ത് നൌഫൽ എന്നിവരെയാണ് പിടികൂടിയത്. പോലീസ് പട്രോളിംഗിനിടെ വെള്ളറക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് പരിസരത്തു നിന്നാണ് ജാബിറിനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 30 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. തുടർന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് വിൽപ്പനയ്ക്കായി ജാബിറിന് സ്ഥിരമായി കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന നൌഫലിനെ കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് ഇയാളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കെ യുവാവിനെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. പൈങ്കുളം സ്വദേശി പുത്തൻവീട്ടിൽ ശ്രീരാഗിനെയാണ് പൈങ്കുളം ഭാരതപ്പുഴ ശ്മശാന കടവിന് സമീപം വെച്ച് പിടികൂടിയത്. ഇയാളുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് ബീഡിയും കണ്ടെടുത്തു. കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകിയ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാപ്പാറ സ്വദേശികളായ അഭിജിത്ത്, അമർനാഥ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ SHO BK അരുൺ, സബ് ഇൻസ്പെക്ടർ തോമസ് എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. 10ാം ക്ലാസ് പരീക്ഷ അവസാനിക്കുന്ന ദിവസം കുട്ടികൾക്ക് മദ്യം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് കുട്ടികളിൽ നിന്ന് പിരിവ് വാങ്ങി മദ്യം വാങ്ങി നൽകിയ കേസിലാണ് പ്രതികൾ പിടിയിലായത്. ശരീരത്തിൽ ഒളിപ്പിച്ച് കടത്തിയ 125 ഗ്രാം MDMA-യുമായി യുവാവിനെ പേരാമംഗലം പോലീസും തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കോടന്നൂർ സ്വദേശി ചക്കാലപ്പറമ്പിൽ കൈലാസിനെയാണ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്ന പ്രതിയുടെ കയ്യിൽ MDMA ഉണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബസ് തടഞ്ഞു നിർത്തി പിടികൂടുകയായിരുന്നു. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. തുടർന്ന് പ്രതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെടുത്തത്. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമളാനിലെ അവസാന വെള്ളിയാഴ്ചത്തെ ജുമുഅ നമസ്കാരം ഭക്തിസാന്ദ്രമായി. പള്ളികളിൽ ജുമുഅ നിസ്കാരത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എളവള്ളി നോർത്ത് ജുമുഅ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിനും പ്രാർത്ഥനകൾക്കും ഖത്തീബ് സയ്യിദ് ഹുസൈൻ ജമലുൽ അലി തങ്ങൾ കാർമ്മികത്വം വഹിച്ചു. 1 മാസക്കാലം നിർവഹിച്ച വ്രതങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാനും പെരുന്നാൾ ദിനത്തിൽ പാവങ്ങളെ ചേർത്ത് പിടിക്കാനും എല്ലാ വിശ്വാസികളും നിർബന്ധമായ ശരീരത്തിന്റെ സക്കാത്തായി ധാന്യം വിതരണം ചെയ്യാൻ തയ്യാറാകണമെന്നും ജുമുഅ പ്രഭാഷണത്തിൽ ഓർമ്മപ്പെടുത്തി. വിശുദ്ധ റംസാന് വികാരനിർഭരമായി വിടചൊല്ലി ഇമാമുമാർ. അവസാന വെള്ളിയാഴ്ച ഖുത്തബയിലാണ് ഇമാമുമാർ ജുമാ നമസ്കാരത്തിനെത്തിയ വിശ്വാസികളെ സാക്ഷി നിർത്തി വിശുദ്ധ റംസാന് വിടചൊല്ലിയത്. വ്രതാനുഷ്ഠാന നാളുകളിൽ നിന്ന് ഈദുൽ ഫിത്തറിലേക്ക് കടക്കുമ്പോൾ ആഘോഷം സൂക്ഷ്മതയോടായിരിക്കണമെന്നുള്ള സന്ദേശവും നൽകി. ഫിത്തർ സക്കാത്ത് നൽകുന്നതിനെക്കുറിച്ചും അതിന്റെ അളവിനെക്കുറിച്ചും ഇമാമുമാർ വിശ്വാസികൾക്ക് നിർദ്ദേശം നൽകി. നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ലഹരി വിപത്തിനെക്കുറിച്ചും ഇമാമുമാർ പരാമർശിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുഗമമായ ആഘോഷ പരിപാടികൾക്കായി ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയതായി കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ പറഞ്ഞു. 5 സർക്കിൾ ഇൻസ്പെക്ടർമാരുടെ കീഴിൽ 350 പോലീസ് ഉദ്യോഗസ്ഥർ ഭരണി ആഘോഷത്തിന് ഡ്യൂട്ടിയിലുണ്ടാകും. വിവിധ മേഖലകളെ ബന്ധിപ്പിച്ച് ബൈക്ക് പട്രോളിംഗ് ടീമുകളെ നിയോഗിക്കും. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ദേശീയപാതയെ 4 മേഖലകളായി തിരിച്ച് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തും. KKTM കോളേജ്, ശൃംഗപുരം P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടപ്പുറം ചേരമാൻ പറമ്പ് എന്നിവിടങ്ങളിലും പാർക്കിംഗ് സംവിധാനമൊരുക്കും. മോഷണം തടയാൻ മഫ്തിയിൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ക്ഷേത്ര പരിസരത്ത് കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. കടപ്പുറത്ത് തീരദേശ പോലീസിന്റെ നേതൃത്വത്തിൽ സുരക്ഷയൊരുക്കുമെന്നും പോലീസ് അറിയിച്ചു. ഈ ഒരു ഏരിയ ഉത്സവ ഏരിയ 2 സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ക്രമസമാധാനത്തിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട DYSP VK രാജു സാറിനും അദ്ദേഹത്തിൻ്റെ കീഴിൽ CIമാരും SIമാരും ഉണ്ട്. അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ ചുമതല DCRB DYSP ശ്രീ SY സുരേഷ് സാറിനുമാണ് നൽകിയിരിക്കുന്നത്. ഹൈവേയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലായിട്ട് പണി നടക്കുന്ന സ്ഥലത്ത് 4 സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ അവൈലബിളായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വലിയ വലിയ ബസ്സുകളും ട്രാവലറുകളും ഒക്കെ പാർക്ക് ചെയ്യുന്നതിനും മറ്റു കാറുകളും മറ്റും പാർക്ക് ചെയ്യുന്നതിനും വേണ്ടുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ട്രാഫിക് സെഗ്മെൻറ്റിലും പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ 2 ട്രാഫിക് സെഗ്മെൻറ്റ് വെച്ചിട്ടും ബൈക്ക് പെട്രോളിനെ നിയോഗിച്ചിട്ടുണ്ട്. 2 ഹൈവേയുടെ ഇരുവശത്തുള്ള സർവീസ് റോഡുകൾ തുറന്നിട്ടുണ്ട്. അവിടെ 1 വേ സിസ്റ്റമാണ് നടപ്പിലാക്കുന്നത്. ആ ഒരു ലെവലിൽ തന്നെ പോയി കഴിഞ്ഞാൽ വലിയ ഗതാഗതക്കുരുക്കില്ലാതെ ഹൈവേ നമുക്ക് നോക്കാനായിട്ട് സാധിക്കും.
കൃഷി ഓഫീസ് മാത്രമല്ല സേവനവും സ്മാർട്ടാക്കണമെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. പുത്തഞ്ചിറ പഞ്ചായത്തിലെ കൃഷിഭവൻ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വയലും വീടും പരിപാടി കൃഷിയിടത്തിന്റെ പ്രാധാന്യം ഇല്ലാതാക്കിയതോടെ ആപ്പും വീടും എന്ന നിലയിലേക്ക് മാറിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വി.ആർ. സുനിൽകുമാർ എം.എൽ.എ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി.എസ്. പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗം പി.കെ. ഡേവിസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ.പി. വിദ്യാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള പുത്തൻചിറയിൽ ഉപ്പുവെള്ളം കയറി കൃഷി നശിച്ചതിന് നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് പുത്തൻചിറ മണ്ഡലം കർഷക കോൺഗ്രസ് കരിങ്കൊടി പ്രതിഷേധ മാർച്ച് നടത്തി. കൃഷിഭവൻ ഉദ്ഘാടന വേദിയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.എൻ. സജീവൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് തോമസ് പാനിക്കുളം അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരിയിൽ ബസ്സിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. മുല്ലശ്ശേരി സ്വദേശി വെളിയത്ത് വീട്ടിൽ 59 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെ മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന് സമീപമാണ് അപകടമുണ്ടായത്. ചാവക്കാട് കാനാണി റൂട്ടിലോടുന്ന കിരൺ ബസ് വർഗീസ് ഓടിച്ചിരുന്ന സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വർഗീസിനെ ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. ചാവക്കാട് മണത്തല പള്ളിക്ക് മുൻവശം മരത്തടികൾ കയറ്റിപ്പോയിരുന്ന ലോറി മറിഞ്ഞു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂരിൽ നിന്ന് തടികൾ കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറി മുല്ലത്തറ വളവിന് സമീപം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ നാട്ടുകാരാണ് രക്ഷപ്പെടുത്തിയത്. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഈ മേഖലയിൽ അപകടങ്ങൾ നിത്യസംഭവമാണ്. ചേലക്കരയിൽ പിക്കപ്പ് വാൻ പാലത്തിലിടിച്ച് തലകീഴായി മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചേലക്കരയിൽ നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാനാണ് പുതുപ്പാലത്തിൽ ഇടിച്ചു മറിഞ്ഞത്. പരിക്കേറ്റ ഡ്രൈവറെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് പ്ലാഴി വാഴക്കോട് പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് അപകടത്തിൽപ്പെട്ട വാഹനം മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഗുരുവായൂർ കിഴക്കേ നടയിലെ നഗരസഭാ കെട്ടിടത്തിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. കിഴക്കേ നടയിൽ അമ്പാടി പാർക്കിംഗ് ഗ്രൗണ്ടിന് മുന്നിലുള്ള നഗരസഭയുടെ കെട്ടിടത്തിൽ നിന്നാണ് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നത്. മാലിന്യം നടപ്പാതയിലേക്കും ഒലിച്ചിറങ്ങുന്നുണ്ട്. മാലിന്യം ചവിട്ടാതെ ക്ഷേത്രത്തിലേക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നതിനെതിരെ 1 മാസം മുമ്പ് പരാതി നൽകിയിട്ടും നടപടി സ്വീകരിച്ചില്ലെന്ന് വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും മാലിന്യ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി നേരിടുമെന്ന് ബി.ജെ.പി. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത് പറഞ്ഞു. ശോഭ ഹരിനാരായണന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പരാതികൾ ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി അടക്കമുള്ള അധികാരികൾക്ക് കൊടുക്കുകയുണ്ടായി. പക്ഷെ ഇതുവരെ ആ വിഷയത്തിൽ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. ഗുരുവായൂർ നഗരസഭ വാരിക്കോരി കുറെ അവാർഡുകൾ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട്, കുറെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. പക്ഷെ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് സെപ്റ്റിക് മാലിന്യം നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ, അതായത് നഗരസഭയുടെ ബിൽഡിങ്ങിൽ നിന്ന് തന്നെ ഒഴുക്കിവിടുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഒരു നടപടിയും ഇല്ലാത്തത് പ്രതിഷേധാർഹമാണ്. ഭക്തർക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നുണ്ട്. ഇവിടത്തെ പരിസരത്തുള്ള കടക്കാര് ഇതൊക്കെ ശ്വസിച്ച് അവർ ഡോക്ടറെ നിരന്തരം പോയി കാണുന്ന സാഹചര്യമാണ്. അപ്പൊ ഈ വിഷയം ഉടനടി പരിഹരിച്ചിട്ടില്ല എങ്കിൽ ശക്തമായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി രംഗത്തിറങ്ങും. അനിശ്ചിതത്വത്തിലായ ഏനാമാവ് റെഗുലേറ്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. ജലസേചന വകുപ്പാണ് പുതിയ ടെൻഡർ ക്ഷണിച്ചിട്ടുള്ളത്. 2024 തുടങ്ങേണ്ട നവീകരണ പ്രവർത്തനങ്ങൾ കരാറുകാരൻ ഹൈക്കോടതിയിൽ കേസ് നൽകിയതിനെ തുടർന്നാണ് നീണ്ടുപോയത്. രണ്ടാമത്തെ കുറഞ്ഞ തുക ക്വാട്ട് ചെയ്ത കരാറുകാരനാണ് ഹൈക്കോടതിയിൽ ആക്ഷേപങ്ങളുമായി ഹർജി നൽകിയത്. കഴിഞ്ഞ മാസം 6-ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ പുതിയ ടെൻഡർ വിളിക്കാൻ അനുമതി നൽകിയിരുന്നു. ഇതുപ്രകാരം കഴിഞ്ഞ 17-ന് പുതിയ ടെൻഡർ ക്ഷണിച്ചതായി ജലസേചന വകുപ്പ് അധികൃതർ അറിയിച്ചു. ഈ ടെൻഡറിലെ കരാറുകാരുടെ പ്രാതിനിധ്യം, കോട്ട് ചെയ്ത തുക എന്നിവയുടെ അടിസ്ഥാനത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നും നേരിട്ടില്ലെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ ഈ മഴക്കാലത്തിന് മുൻപ് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പൊതുപ്രവർത്തകനും മുല്ലശ്ശേരി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ CA ബാബു വിവരാവകാശ പ്രകാരം നൽകിയ കത്തിന് ജലസേചന വകുപ്പ് എറണാകുളം മെക്കാനിക്കൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നുള്ള മറുപടിയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത്.
കാഴ്ച പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്റെ ഇച്ഛാശക്തി കൊണ്ടും കഠിന പ്രയത്നം കൊണ്ടും ജിബി ജോസ് കരസ്ഥമാക്കിയ ഡോക്ടറേറ്റിന് മാധുര്യമേറെയാണ്. ജിബി ജോസിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ പ്രീ മോഡേൺ സ്റ്റേറ്റ് ഇൻ കൊളോണിയൽ മലബാർ എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. പെരുവല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഇപ്പോൾ അധ്യാപികയായി ജോലി ചെയ്യുകയാണ് ജിബി. ജന്മന കാഴ്ചയില്ലാത്ത ജിബി ചിറ്റാറ്റുകര കിഴക്കേത്തലയിൽ താമസിക്കുന്ന അധ്യാപകരായ പുലിക്കോട്ടിൽ ജോസ്, ബ്ലെസ്സി ദമ്പതികളുടെ മകളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹിസ്റ്ററിയിൽ റാങ്ക് ജേതാവുമായിരുന്നു. ഡോക്ടറേറ്റ് നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും മാതാപിതാക്കളുടെ പ്രോത്സാഹനവും ദൈവത്തിന്റെയും ഗുരുഭൂതരുടെയും അനുഗ്രഹവുമാണ് ഡോക്ടറേറ്റ് നേടാൻ തനിക്ക് സഹായകമായതെന്നും ജിബി പറഞ്ഞു. UGC നാഷണൽ യൂണിവേഴ്സിറ്റി ടെസ്റ്റിൽ ജയറഫോട് കൂടി പാസ്സായി. അപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്തപ്പോൾ അവിടെ ഒരു സാറ് തയ്യാറായി ഗൈഡാവാനായിട്ട്. അങ്ങനെ 2018 മാർച്ച് 27 യൂണിവേഴ്സിറ്റിയിൽ PhD സ്റ്റാർട്ട് ചെയ്തു. ജിബിക്ക് അനുമോദനങ്ങൾ അറിയിക്കാൻ നിരവധി പേരാണ് വീട്ടിലെത്തുന്നത്. TCV പാവറട്ടി. കാഴ്ച പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ ജിബി ജോസിന് അനുമോദന പ്രവാഹം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചരിത്രത്തിൽ പ്രീ മോഡേൺ സ്റ്റേറ്റ് ഇൻ കൊളോണിയൽ മലബാർ എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് അനുമോദനങ്ങളുമായി ജിബി ജോസിന്റെ വീട്ടിലെത്തിയത്. മുൻ MP TN പ്രതാപൻ, ചിറ്റാറ്റുകര പള്ളി വികാരി ഫാദർ ജെയിംസ് വടുക്കൂട്ട്, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ, മൾട്ടിപർപ്പസ് സൊസൈറ്റി പ്രസിഡന്റ് PK രാജൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി തുടങ്ങിയവർ ഭവനത്തിലെത്തി അനുമോദനങ്ങൾ നേർന്നു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മദ്രസ അധ്യാപകനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം പരപ്പൻകുഴി കീഴാറ്റൂർ ചുള്ളി വീട്ടിൽ സൈദാലിയാണ് അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി അരിപ്ര ഭാഗത്തുനിന്നുമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിയിലെത്തിയ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ഇയാൾ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കുകയായിരുന്നു. പോക്സോ കേസ് ചുമത്തിയ ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ കടൽപ്പുറമ്പോക്കിൽ താമസിക്കുന്ന 600-ലധികം വരുന്ന താമസക്കാർക്ക് പട്ടയം ലഭ്യമാക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ പട്ടയ അസംബ്ലിയിൽ MLA NK അക്ബർ നിർദ്ദേശം നൽകി. ഗുരുവായൂർ നിയോജക മണ്ഡലതല പട്ടയ അസംബ്ലി MLA NK അക്ബറിന്റെ അധ്യക്ഷതയിൽ ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ചാവക്കാട് നഗരസഭ ചെയർമാൻ ഷീജ പ്രശാന്ത്, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ, ചാവക്കാട് തഹസിൽദാർ MK കിഷോർ തുടങ്ങിയവർ പങ്കെടുത്തു. കടൽ പുറമ്പോക്കിൽ താമസിക്കുന്നവരുടെ പട്ടയ പ്രശ്നത്തിന് പ്രഥമ പരിഗണന നൽകി പരമാവധി വേഗത്തിൽ തീരുമാനമെടുക്കുന്നതിന് തഹസിൽദാർക്ക് MLA നിർദ്ദേശം നൽകി. ആശാവർക്കർമാർക്ക് വാർഷിക അലവൻസ് പ്രഖ്യാപിച്ച് ചാലക്കുടി നഗരസഭാ ബജറ്റ്. ചാലക്കുടി നഗരപരിധിയിൽ മരണപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ സൗജന്യമായി സംസ്കരിക്കുന്ന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി ബജറ്റ് അവതരിപ്പിച്ചു. സുവർഗൃഹം പദ്ധതിക്ക് 1 കോടി, നഗര സൗന്ദര്യവൽക്കരണം 1 കോടി, പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിൽ 1.80 കോടി രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തി. ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ BJP നേതാക്കളെ ഒഴിവാക്കിയ EDയുടെ രാഷ്ട്രീയ പ്രേരിത നിലപാടുകൾക്കെതിരെ CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എരുമപ്പെട്ടി സ്കൂൾ പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം PT ജോസഫ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PC അബാൽമണി, വടക്കാഞ്ചേരി ബ്ലോക്ക് മെമ്പർ ഡോക്ടർ VC ബിനോജ്, KK യോഗേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചരിത്ര വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ചിറ്റാറ്റുകര കിഴക്കേതല സ്വദേശി ജിബി ജോസ് പുലിക്കോട്ടിലിന് എളവള്ളി പഞ്ചായത്തിന്റെ സ്നേഹാദരം സമർപ്പിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പൊന്നാടയണിയിച്ച് ജിബി ജോസിനെ അനുമോദിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ജനപ്രതിനിധികളായ NB ജയ, TC മോഹനൻ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
കൊടകര കുഴൽപ്പണ കേസിൽ ബി.ജെ.പിയെ വെള്ളപൂശിയ ഇ.ഡി. നടപടിക്കെതിരെ CPM മണത്തല ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനം നടത്തി. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ചാവക്കാട് ടൗൺ ചുറ്റി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തിന് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി A.A. മഹേന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ K.M. അലി, K.V. ശശി, ഹസൻ മുബാറക്, K.S. അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളിയിൽ താമസമില്ലാത്ത വീട് കുത്തിപ്പൊളിച്ച് മോഷണ ശ്രമം. എളവള്ളി ദേശവലത്ത് റോഡിലുള്ള വടശ്ശേരി പ്രേംജിയുടെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. വീടിന്റെ മുൻവാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിട്ടുള്ളത്. വീടിനുള്ളിലെ അലമാരകളെല്ലാം കുത്തിപ്പൊളിച്ച നിലയിലാണ്. അലമാരയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ്. അലമാരയുടെ ചില്ലും തകർത്ത നിലയിലാണ്. വീട്ടുടമസ്ഥനും കുടുംബവും വിദേശത്താണ്. പിതാവ് ചെടി നനയ്ക്കാൻ എത്തിയപ്പോഴാണ് മോഷണ ശ്രമം അറിയുന്നത്. പാവറട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മയക്കുമരുന്ന് മുക്ത കേരളത്തിനായി ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപവാസ സമരവും ജനകീയ പ്രതിരോധ സദസ്സും സംഘടിപ്പിച്ചു. ആൽത്തറയ്ക്കൽ നടന്ന പ്രതിരോധ സദസ്സ് വികാരി ജനറൽ മോൺസിനോർ ജോളി വടക്കൻ ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് ഡേവിസ് ഊക്കൻ അധ്യക്ഷനായിരുന്നു. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ വികാരി ഫാദർ ലാസർ കുറ്റിക്കാട്ട്, സാമൂഹ്യ പ്രവർത്തക സിസ്റ്റർ റോസ് ആൻഡോ, തൃശൂർ അതിരൂപത മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി സിജോ ഇഞ്ചോഡിൽ തുടങ്ങിയവർ സംസാരിച്ചു. രാസലഹരിക്കെതിരെ ദൃഢപ്രതിജ്ഞയെടുത്ത് കളിയിടം സ്വന്തമാക്കി. ജനകീയ കൂട്ടായ്മയിൽ നാട് സ്വന്തമാക്കിയ കളിസ്ഥലത്തിന്റെ ഏറ്റെടുക്കൽ ചടങ്ങ് കുരുന്നുകളുടെ ശബ്ദത്താൽ മുഖരിതമായി. പെരിഞ്ഞനം ജീവൻ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിൽ SN സ്മാരക UP സ്കൂളിന് സമീപമായി ഏറ്റെടുത്ത കളിസ്ഥലം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമായത്. പൊതുസമ്മേളനം വലപ്പാട് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ KV അമ്പിളി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ PR സജീവ് അധ്യക്ഷനായി. സ്കൂൾ ലീഡർ KV നവമി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. PTA പ്രസിഡന്റ് സജീവൻ പടിഞ്ഞാറേക്കുറ്റ്, സ്റ്റാഫ് സെക്രട്ടറി TV വിനോദ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി KK സച്ചിത് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ സമയത്ത് കുട്ടികൾക്കും മറ്റു സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും കളിസ്ഥലം തുറന്നുകൊടുക്കും. ലഹരികൾ കടിമപ്പെടാതെ പുതുതലമുറയെ കായിക ലഹരിയിലേക്ക് ആകർഷിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കളിസ്ഥലം ഒരുക്കിയിട്ടുള്ളത്. രാമകൃഷ്ണൻ മാസ്റ്ററുടെ വട്ടനാത്രയിൽ കായാമ്പു പൂവിട്ടത് മനം മയക്കും കാഴ്ചയായി. അപൂർവമായി മാത്രമാണ് കായാമ്പു പുഷ്പിക്കാറുള്ളത്. പൂത്തുകഴിഞ്ഞാൽ അടിമുടി നീലവർണ്ണമണിയുന്നു എന്നത് ഈ ചെടിയുടെ മാത്രം പ്രത്യേകതയാണ്. വട്ടനാത്ര മഞ്ഞളി ബേബി തോമസിന്റെ വീട്ടുപറമ്പിലാണ് കായാമ്പൂ ചെടി പൂവിട്ടത്. പറമ്പിൽ സ്വാഭാവികമായി ഉണ്ടായതാണെന്നും വച്ചുപിടിപ്പിച്ചതല്ലെന്നും വീട്ടുകാർ പറയുന്നു. ഈ ചെടി ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പക്ഷേ പൂവുണ്ടായപ്പോഴാണ് ഇത് കായാമ്പൂ ആണെന്നുള്ളത് കണ്ടത്. ഇതിനെപ്പറ്റി കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. അതായത് ഇതിന്റെ വേര് തൊട്ട് ഇല വരെ ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു സസ്യമായിട്ടാണ് ഇതിനെപ്പറ്റി കേട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സസ്യം വീട്ടിലുണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കായാമ്പൂ പൂവിടുന്നത്. കായാമ്പൂ നൈസർഗികമായി വളർന്നുവന്ന കുന്നുകൾ ഇല്ലാതായതോടെ വംശനാശ ഭീഷണിയിലുമാണ്. കായാമ്പൂ പൂക്കുന്നത് പുണ്യമാണെന്ന് കരുതിയ ഒരു തലമുറയുണ്ടായിരുന്നു. നല്ല കരുത്തുള്ള കായാമ്പൂ മണ്ണൊലിപ്പ് തടയുന്നതിനും വെച്ചുപിടിപ്പിച്ചിരുന്നു. നീലവർണ്ണത്തിലുള്ള പൂക്കൾ തണ്ടിനോട് പറ്റിപ്പിടിച്ച രീതിയിലാണ് കാണപ്പെടുന്നത്. കായാമ്പൂ ഏറ്റവും കൂടുതൽ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും കവിതകളിലൂടെയുമാണ്. 10 അടിയോളം ഉയരം വയ്ക്കുന്ന കായാമ്പൂ ചെടി പ്രധാന ഔഷധ സസ്യങ്ങളിൽ ഒന്നാണ്. കായാവ്, അഞ്ജനം, കനലി, കാശാവ് എന്നീ പേരുകളിലും ഈ ചെറുസസ്യം അറിയപ്പെടുന്നു. ഉറപ്പുള്ള തണ്ടുള്ള ചെടിയായതിനാൽ കത്തിക്ക് പിടിയാക്കുവാനും ഗ്രാമീണർ ഉപയോഗിച്ചിരുന്നു. കായാമ്പൂവിന്റെ വേരുകളും ഇലകളും ഔഷധമായി ഉപയോഗിക്കുമ്പോൾ
കട്ടിയുള്ള തണ്ടുകൾ ചെണ്ടക്കോലായും ഊന്നുവടിയായും ഉപയോഗിക്കുന്നു. തണ്ടിൽ പൂക്കുന്ന പൂവിന് നേരിയ സുഗന്ധവും ഉണ്ട്. കായാമ്പൂച്ചെടി പൂത്തുലഞ്ഞ കാഴ്ച കാണുവാനും ചിത്രമെടുക്കുന്നതിനുമായി ബേബി തോമസിന്റെ വീട്ടിൽ നിരവധി ആളുകളാണ് എത്തുന്നത്. TCV പുതുക്കാട്. ഗുരുവായൂർ കോട്ടപ്പടി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറയും മതസൗഹാർദ്ദ സദസ്സും നടത്തി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ സുഹറ ഹംസമോൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ അബ്ദുൽ സത്താർ ഹുദവി റംസാൻ സന്ദേശം നൽകി. വായനശാല സെക്രട്ടറി മേരി പോൾ, ഫാദർ ജോസഫ് താഴത്തേൽ, വായനശാല പ്രസിഡന്റ് സന്തോഷ് ആവണി, ഹബീബ് നാറാണത്ത്, PS പ്രേമാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് LP സ്കൂളിന്റെ 100ാം വാർഷികാഘോഷം ഏപ്രിൽ 3, 4, 5 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ കയ്പമംഗലത്ത് അറിയിച്ചു. ഏപ്രിൽ 3-ന് ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. ഏപ്രിൽ 4-ന് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി കുടുംബസംഗമം പൂർവ്വ വിദ്യാർത്ഥിയും സ്പെഷ്യൽ ബ്രാഞ്ച് SIയുമായ C ജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും. ഏപ്രിൽ 5-ന് വൈകിട്ട് നടക്കുന്ന ശതാബ്ദി ആഘോഷ സമാപന സമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ KR ബൈജു, TB ഷാജി, K ഷർമിള, TK സുരേഷ്, അനൂപ് എന്നിവർ പങ്കെടുത്തു. വടക്കേക്കാട് സ്വകാര്യ വ്യക്തി പട്ടികജാതിക്കാരന്റെ നെൽപ്പാടത്ത് അതിക്രമിച്ചു കയറി കൃഷിയും പാടവും നശിപ്പിച്ചതായി പരാതി. വയലത്തൂർ സ്വദേശി പരേതനായ അപ്പുണ്ണിയുടെ പേരിലുള്ള 60 സെന്റ് നെൽപ്പാടമാണ് ആൽബർട്ട് തലക്കോട്ടൂർ എന്നയാൾ കയ്യേറി നശിപ്പിച്ചതായി പറയുന്നത്. കൃഷിയിറക്കിയ പാടത്ത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ആൽബർട്ട് അതിക്രമിച്ചു കയറി ട്രാക്ടർ ഉപയോഗിച്ച് നെൽകൃഷി ഉഴുത് നാശമാക്കുകയും അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന 14 കോൺക്രീറ്റ് പോസ്റ്റുകളും നിലത്തിന്റെ അതിർത്തി വരമ്പുകളും സർവേ കല്ലുകളും നശിപ്പിച്ചത്. ഇതുവഴി 50,000-ത്തിലധികം രൂപയുടെ നഷ്ടമാണുണ്ടായത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അപ്പുണ്ണിയുടെ മകൻ പ്രമോദ് വടക്കേക്കാട് പോലീസിൽ പരാതി നൽകിയെങ്കിലും സമയബന്ധിതമായി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. പോലീസിന്റെ നടപടികളും സമീപനവും കയ്യേറ്റക്കാരനെ സഹായിക്കുന്നതാണെന്നും പരാതിക്കാരൻ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇനിയെങ്കിലും ഉചിതമായ നടപടികൾ സ്വീകരിച്ച് കുറ്റക്കാരന് ശിക്ഷ നേടിക്കൊടുക്കണമെന്നാണ് പരാതിക്കാരനായ പ്രമോദിന്റെ ആവശ്യം. അഭിഭാഷകരായ PA ചന്ദ്രൻ, അജീഷ് ചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടിയിലെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ദേശീയ മനുഷ്യാവകാശ കമ്മിറ്റി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഷംസുദ്ദീൻ മരക്കാർ ഇഫ്താർ സന്ദേശം നൽകി. പാവറട്ടി ജോളി വില്ല ഹാളിൽ ചേർന്ന യോഗത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനേഷ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, K സുനിൽകുമാർ, അഫ്സൽ പാടൂർ, അബ്ബാസ് വീരാവുണ്ണി, KO ജോസ്, സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി, ജോഷി വാഴപ്പിള്ളി തുടങ്ങിയവർ സംസാരിച്ചു. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് അമ്പത്തുകുളം ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, AH അക്ബർ, MR രാധാകൃഷ്ണൻ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭാ പരിധിയിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകി. AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, കൌൺസിലർമാരായ ലബീബ് ഹസൻ, ബീന രവി തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റുള്ള വീട്ടിലെല്ലാവരും കൂടി ചിലപ്പോൾ മക്കളൊക്കെ മാത്രമല്ല അന്വേഷിച്ചുള്ളത്. കുന്നംകുളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം രാമനവമി ചടങ്ങുകൾ ഏപ്രിൽ 3 മുതൽ 6 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി മുണ്ടയൂർ നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിച്ച ക്ഷേത്രം കിഴക്കേ ഗോപുര നടപ്പുരയുടെ സമർപ്പണം ഏപ്രിൽ 3-ന് വൈകിട്ട് 6 മണിക്ക് ക്ഷേത്രം തന്ത്രി നിർവഹിക്കും. ഏപ്രിൽ 5-നാണ് പ്രതിഷ്ഠാദിനം.
വാർത്താസമ്മേളനത്തിൽ ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രം ഭാരവാഹികളായ CA ശശിധര രാജ, പ്രഭാകരൻ, അഡ്വക്കേറ്റ് കരുണപ്രസാദ്, വിനോദ് കണിശ്ശേരി, ആനന്ദൻ, ജയനാരായണൻ, സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു. മൂന്നുമുറിയിൽ നിന്ന് കോടാലിയിലേക്ക് കാൽനട ജാഥയും സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം ചെയ്തു. SPC ഡ്രിൽ ഇൻസ്ട്രക്ടർ TB ഷിജു, PTA പ്രസിഡന്റ് PS പ്രശാന്ത്, പ്രധാനാധ്യാപിക കൃപ കൃഷ്ണൻ, SPC CPO PK അജിത, ACPO ബിസ്മി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കൃഷി രാധാകൃഷ്ണന് ഒരു തൊഴിലല്ല, മറിച്ച് മനസ്സിന് സംതൃപ്തി നൽകുന്ന ജീവിതചര്യയാണ്. ജൈവ പച്ചക്കറി വിളയിച്ചു നൽകുമ്പോൾ ലഭിക്കുന്ന സംതൃപ്തിയാണ് തന്റെ അധ്വാനത്തിന്റെ ലാഭമെന്ന് തോന്നല്ലൂർ വിളക്കത്തല വീട്ടിൽ രാധാകൃഷ്ണൻ പറയുന്നു. നല്ല രുചിയുള്ള നാടൻ പച്ചക്കറി വേണമെങ്കിൽ രാധാകൃഷ്ണേട്ടന്റെ തോട്ടത്തിലേക്ക് പോന്നോളൂ. 1/2 ഏക്കർ സ്ഥലത്താണ് ജൈവ പച്ചക്കറി വിളഞ്ഞു കിടക്കുന്നത്. തോന്നല്ലൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപമുള്ള 1/2 ഏക്കർ പാടശേഖരത്തിലാണ് രാധാകൃഷ്ണന്റെ പച്ചക്കറിത്തോട്ടം. കടുത്ത വേനലിലും പച്ചത്തുരുത്ത് നിറഞ്ഞ കൃഷിയിടത്തിൽ മത്തനും കുമ്പളവും വെള്ളരിയും കുക്കുംബറും തണ്ണിമത്തനും വെണ്ടയും പയറും ചീരയും വിളഞ്ഞു കിടക്കുന്നു. ഏകദേശം 4 വർഷമായിട്ട് ഈ കൃഷി പച്ചക്കറി നെല്ല് ഒരു കൂലി നെല്ല് പണിയും നെല്ല് വിളവെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പച്ചക്കറിയുടെ പണികൾ തുടങ്ങും. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് വിഷമില്ലാത്ത ഇത് കഴിക്കുകയും ചെയ്യാം. അതുപോലെ ആവശ്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കാൻ തികയില്ലെന്ന് മാത്രം. നമ്മൾ വ്യാവസായിക അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ല സാധനങ്ങൾ കഴിക്കുക എന്നുള്ളൊരു രീതിയിൽ. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം കാലത്ത് ഒരു 2-3 മണിക്കൂർ അതുപോലെ വൈകിട്ട് വന്നിട്ടും ഇവിടെ ചിലവഴിക്കാൻ പറ്റുമ്പോൾ അതൊരു സംതൃപ്തിയാണ്, സന്തോഷമാണ്. ബസ് കണ്ടക്ടറായിരുന്ന രാധാകൃഷ്ണൻ കോവിഡ് കാലത്താണ് കൃഷിയിലേക്ക് പ്രവേശിച്ചത്. സുഹൃത്ത് വേണുവാണ് ഇതിന് പ്രചോദനം നൽകിയത്. പിന്നീട് കൃഷിപരിപാലനം ദിനചര്യയുടെ ഭാഗമായി മാറി. 1.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയും ചെയ്യുന്നുണ്ട്. വേലൂർ പഞ്ചായത്തിലെ പാലിയേറ്റീവ് വാഹനത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന രാധാകൃഷ്ണൻ രാവിലെയും വൈകുന്നേരവും 2 മണിക്കൂർ തോട്ടത്തിൽ ചിലവഴിക്കും. രാസവളവും രാസകീടനാശിനികളും ഉപയോഗിക്കാതെ തീർത്തും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത്. വിഷമില്ലാത്ത പച്ചക്കറി വീട്ടിലെ ഉപയോഗത്തിനെടുക്കുകയും ആവശ്യക്കാർക്ക് നൽകുകയും ചെയ്യും. കൃഷി മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഉന്മേഷം നൽകുന്ന ഒരു പ്രവൃത്തിയാണ്. ഒന്ന് മനസ്സ് വെച്ചാൽ നമ്മുടെ വീട്ടിലും തൊടികളിലും ഇതുപോലെ വിഷരഹിതമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. കുന്നംകുളം നഗരസഭയുടെ ചേരി നിർമ്മാർജ്ജന പദ്ധതി പ്രകാരം നഗരസഭ വിളിച്ചു ചേർത്ത് നൽകിയ സ്ഥലത്ത് താമസിക്കുന്ന 9 കുടുംബങ്ങൾക്ക് പട്ടയം നൽകുന്നതിന് നഗരസഭ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതായി കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ആക്ഷേപം. കോൺഗ്രസ് കൌൺസിലർമാരാണ് വിഷയം കൌൺസിൽ യോഗത്തിൽ ഉന്നയിച്ചത്. RMPയിലെ റീജ സലീൽ, BJPയിലെ ഗീതാ ശശി, രേഷ്മ, കോൺഗ്രസിലെ ലബീബ് ഹസൻ ഉൾപ്പെടെയുള്ളവരും നഗരസഭയിലെ പട്ടയ പ്രശ്നം ഉയർത്തി ചെയർമാനെതിരെ രൂക്ഷമായ വിമർശനവുമായി എത്തി. 22 വർഷമായി പട്ടയം ലഭിക്കാത്തവരെ സംബന്ധിച്ച് നഗരസഭ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. റോഡ് പുറമ്പോക്ക് എന്നതിന് പകരം തോട് പുറമ്പോക്ക് എന്നാണ് ഉദ്യോഗസ്ഥർ ഫയലിൽ എഴുതി സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥന്മാരുടെ കടുത്ത അനാസ്ഥ മൂലം പട്ടയം നിഷേധിക്കപ്പെട്ട 9 കുടുംബങ്ങളോട് നഗരസഭാ ചെയർമാൻ മാപ്പ് പറയണമെന്ന് ലബീബ് ഹസൻ ആവശ്യപ്പെട്ടു. നഗരസഭാ പരിധിയിൽ ലഹരി ഉപയോഗം തടയുന്നതിനു വേണ്ടി വാർഡ് ജാഗ്രതാ സമിതികൾ രൂപീകരിക്കുമെന്നും ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 1 നഗരസഭാ യോഗം വിളിച്ചു ചേർക്കുമെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അറിയിച്ചു. ഇരുവൃക്കകളും തകരാറിലായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. എടത്തിരുത്തി 14-ാം വാർഡ് പൊനത്തിൽ രാധാകൃഷ്ണന്റെ മകൻ 32 വയസ്സുള്ള അഭിജിത്താണ് ചികിത്സാ സഹായം തേടുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഡയാലിസിസിലൂടെയാണ് അഭിജിത്തിന്റെ ജീവൻ നിലനിർത്തുന്നത്. അടിയന്തര ശസ്ത്രക്രിയയല്ലാതെ മറ്റൊന്നും മുന്നിലില്ലെന്നാണ് അഭിജിത്തിനെ ചികിത്സിക്കുന്ന വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം. 25 ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വരിക. +2 കഴിഞ്ഞ് പോളിടെക്നിക്കിൽ ഡിപ്ലോമ കോഴ്സും പൂർത്തിയാക്കിയിരിക്കുകയായിരുന്നു അഭിജിത്ത്. ഈ സമയത്താണ് രോഗബാധ വന്നത്. അസുഖം മൂർച്ഛിച്ചതോടെ ജോലിക്ക് പോകാനും കഴിയാത്ത സാഹചര്യമായി.
വീടിനോട് ചേർന്നുള്ള ചെറിയൊരു കടയാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. 2007 ലിവർ സർജറി കഴിഞ്ഞാണ്, ലിവർ മാറ്റിക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞാണ്. പിന്നെ തുടർ ചികിത്സയായിട്ട് ഒരു 6 വർഷം കഴിഞ്ഞപ്പോൾ കിഡ്നിക്ക് അസുഖം ബാധിച്ചു. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് അങ്ങനെ പോയി. ഇപ്പോൾ ഒരു 6 വർഷമായിട്ട് ഡയാലിസിസിലാണ് പോകണം. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് അതിൻ്റെ കിഡ്നി മാറ്റി വയ്ക്കലല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അഭിജിത്തിന്റെ ചികിത്സാ സഹായത്തിനായി എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വാർഡ് മെമ്പറുമായ PR നിഖിൽ, അഭിജിത്തിന്റെ അച്ഛൻ രാധാകൃഷ്ണൻ എന്നിവരുടെ പേരിൽ എടത്തിരുത്തി ഫെഡറൽ ബാങ്കിൽ സംയുക്ത അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിലൂടെ ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. TCV കയ്പമംഗലം. തിരുവില്ലാമല പഞ്ചായത്തിൽ മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി സീറോ ക്യാമ്പയിൻ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഉദ്ഘാടനം ചെയ്തു. ഹരിതകർമ്മസേനയ്ക്ക് വാർഡുകളിൽ നിന്നും പ്ലാസ്റ്റിക് എടുക്കുന്നതിനായി ട്രോളികൾ വിതരണം ചെയ്തു. ചേലക്കര ബൂതാട്ടുകുളത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര നന്മനത്ത് പറമ്പ് വീട്ടിൽ 39 വയസ്സുള്ള ജയനാണ് മരിച്ചത്. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന വേലൂർ പഞ്ചായത്തിലെ പഴവൂർ വടക്കേ കോളനി, കുണ്ടുകാട് മേഖലകളിൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്തു. വാർഡ് പ്രസിഡന്റ് PK സുലൈമാൻ, ബൂത്ത് പ്രസിഡന്റ് PR രാഹുൽ, NK മുഹമ്മദ്, അക്ബർ പഴവൂർ, AS ഭാസ്കരൻ, PY അബുസാലി, KU കബീർ, സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി. എടത്തിരുത്തി പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പോർട്ടബിൾ ബയോബിൻ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS നിഖിൽ, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, KS അനിൽകുമാർ, VV ജയൻ, ഷിനി സതീഷ്, പഞ്ചായത്ത് സെക്രട്ടറി KV സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടമംഗലം നിവാസി കൂട്ടായ്മ മഹല്ല് കമ്മിറ്റിയുടെ സഹകരണത്തോടെ റംസാൻ കിറ്റ് വിതരണം നടത്തി. മഹല്ല് ഖത്തീബ് മുഹമ്മദ് ഷെരീഫ് അഹ്സനി ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് PSP ജവാഹിർ, മഹല്ല് പ്രസിഡന്റ് ഫാറൂഖ് പറുപനക്കൽ, ഷംസുദ്ദീൻ മുന്നാസ്, ഷംസു ഏളേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് K പ്രസാദ് അധ്യക്ഷനായി. കൊടകര ജുമാ മസ്ജിദ് ഇമാം അലി സഖാഫി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ദുരന്തബാധിതർക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായവുമായി പാലപ്പിള്ളിയിലെ തോട്ടം തൊഴിലാളികൾ. തോട്ടം മേഖലയിലെ CITU, AITUC, BMS യൂണിയൻ തൊഴിലാളികൾ സമാഹരിച്ച 2,68,692 രൂപ പാലപ്പിള്ളിയിൽ നടന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLAക്ക് കൈമാറി. KK രവി അധ്യക്ഷനായി. യൂണിയൻ ഭാരവാഹികളായ PR പ്രസാദൻ, PG വാസുദേവൻ നായർ, ആലി കുണ്ടുവായിൽ, PM ആലി, PS സത്യൻ, PT ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,340 രൂപ, പവന് 66,720 രൂപ. വെള്ളി ഗ്രാമിന് 111 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,374 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചലച്ചിത്ര നടി നവ്യ നായർക്കെതിരെ ഗുരുവായൂർ നഗരസഭാ യോഗത്തിലെ കൌൺസിലർമാർ രംഗത്ത്. കൌൺസിലർമാരെ വിമർശിച്ച നടി നവ്യ നായർ മാപ്പ് പറയണം എന്ന ആവശ്യം ശക്തം. പുലിഭീതി നിലനിൽക്കുന്ന ചാലക്കുടി നഗരത്തിലെ കണ്ണമ്പുഴ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി RRT സംഘം. ചാലക്കുടി പുഴയിലും തിരച്ചിൽ. വടക്കാഞ്ചേരിയിലെ സുരക്ഷാ ക്യാമറകൾ പ്രവർത്തനരഹിതം. 12 ലക്ഷം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച ക്യാമറകളാണ് പ്രവർത്തനരഹിതമായത്.
വൈക്കോലിന് പ്രതീക്ഷിച്ച വില ലഭിക്കുന്നില്ല. ആവശ്യക്കാർ കുറഞ്ഞത് നെൽകർഷകരെ നിരാശയിലാക്കുന്നു. ജില്ലയിൽ ലഹരിവേട്ട തുടരുന്നു. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്ന 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മദ്യം വാങ്ങി നൽകിയ 2 പേരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ശരീരത്തിൽ ഒളിപ്പിച്ചു കിടത്തിയ MDMA-യുമായി യുവാവ് അറസ്റ്റിൽ. റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. വിശുദ്ധ റംസാന് വികാരനിർഭരമായി വിടചൊല്ലി ഇമാമുമാർ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന് കർശന സുരക്ഷയൊരുക്കി പോലീസ്. സുരക്ഷയ്ക്ക് 350ഓളം പോലീസുകാരെ നിയമിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.